ഓരോ വർഷം തോറും കേരളത്തിലെ ക്രൈം റേറ്റ്, ഓരോ വർഷം തോറും കേരളത്തിലെ പോലീസ് അതിക്രമങ്ങൾ, ഓരോ വർഷം തോറും കേരളത്തിലെ ലോക്കപ്പ് കൊലപാതകങ്ങൾ കുറയുകയല്ല ഡോക്ടറെ, കൂടുകയാണ്. പത്രമാധ്യമ പ്രവർത്തകന്മാരെ കേസ് അന്വേഷിക്കുന്നവരെ പ്രതികളാക്കുന്നില്ലേ? റിപ്പോർട്ട് എടുക്കുന്നവരെ പ്രതികളാക്കുന്നില്ലേ? ശരി, ഇന്നലെയല്ലേ ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകനെ അദ്ദേഹം ചെയ്ത് ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ കാര്യം, അതിനോട് നമുക്ക് വിയോജിപ്പുണ്ടാകാം. ആരാണ് സാർ അദ്ദേഹത്തെ ആക്രമിക്കാൻ പോയത്? ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, ഇവിടെ പോലീസിനെ സംബന്ധിച്ച് അവരുടെ കൂട്ടത്തിലുള്ള ആളുകളെ സംരക്ഷിക്കുക എന്ന ആ താല്പര്യത്തിലായിരിക്കുമല്ലോ ഇതിൽ ഉൾപ്പെടാത്ത പോലീസുകാർ. ഇപ്പൊ SHOയുടെ കാര്യം നേരത്തെ പറഞ്ഞു, എങ്ങനെയെങ്കിലും ഈ CCTV ദൃശ്യം കൊടുക്കാതിരിക്കണം എന്ന നിർബന്ധ ബുദ്ധി കാണിച്ചത്. ഒരു പേരിനുള്ള നടപടിയിൽ ആ നടപടി ഒതുക്കി അവരുടെ കാക്കി സുരക്ഷിതമാക്കിയത് അതുകൊണ്ടായിരിക്കുമല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം പ്രതിഷേധമൊക്കെ നടക്കുമ്പോൾ ഈ പോലീസുകാരുടെ വീടിന് മുമ്പിലൊക്കെ ബാനറും പോസ്റ്ററും ഒക്കെ ഒട്ടിക്കാൻ നടത്തിയ ശ്രമം തടയുന്നു. ആ തടഞ്ഞത് ഫലവത്തായില്ല. അതിനുശേഷം ഈ പ്രവർത്തകരൊക്കെ പോയി കഴിഞ്ഞിട്ട് ഒട്ടിച്ച പോസ്റ്റർ പോലീസുകാർ തന്നെ കീറിക്കളയുന്ന ശുഷ്കാന്തിയൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ കൂട്ടത്തിൽ ഒരാളെ വിട്ടുകളയില്ല എന്നൊരു വർഗബോധം അവരെ നയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ സസ്പെൻഷനൊക്കെ ഉണ്ടായാലും ഇപ്പോൾ നമ്മൾ ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിന്റെ ഏറ്റവും ഒടുവിലത്തെ വിധി വന്ന് അതിന്റെ ഞെട്ടലിൽ നിൽക്കുകയാണ്. ആത്യന്തികമായി എങ്ങനെയെങ്കിലുമൊക്കെ ഇവരെ കരകയറ്റാനുള്ള ശ്രമം ഉണ്ടാവില്ലേ? അഭിലാഷേ, കൂട്ടത്തിൽ ഒരാൾ എന്നൊരു പ്രയോഗത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഗോവിന്ദച്ചാമി നമ്മുടെ കൂട്ടത്തിൽ ഒരാളാണോ? അദ്ദേഹത്തിന് ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തോട് നമുക്കത് കാണിക്കാൻ സാധിക്കുമോ? ഇത്തരം ചർച്ചകളിൽ നമ്മൾ മാത്രമല്ല, ഇത്തരം ക്രൂരമായ പീഡനത്തിന് ഇരയായ ഒരു പൊതുപ്രവർത്തകൻ ഇരിക്കുന്ന ചർച്ചയിലാണ് ഡോക്ടർ പ്രേംകുമാറിനെ പോലുള്ള ആളുകൾ വന്ന് തനി മനുഷ്യനാകണമെന്നൊക്കെ ആഹ്വാനം പറയുന്ന ആളുകൾ ഇവിടെ നടക്കുന്ന ചർച്ചയുടെ നിലവാരമൊന്ന് നമ്മൾ പരിശോധിക്കണം. അഭിലാഷേ, നോക്കൂ, ഏതാണ്ട് ജയിക്കിനെ പോലെയോ ആർഷോയെ പോലെയോ ഒക്കെ ഉള്ള ചർച്ചകളാണെങ്കിൽ നമുക്കിവിടെ മറുപടി പറയാതെ വിട്ടേക്കാം. വളരെ കൃത്യമായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കേരളത്തിലെ പോലീസിന് സംഘടനാ സ്വാതന്ത്ര്യം അനുവദിച്ചത് അഭിമാനപൂർവ്വം പറയുന്ന ആൾ, അത് പോലീസുകാരൻ്റെ പൊതുവായ കാര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണോ കേരളം ഉപയോഗപ്പെടുത്തുന്നത്? രാഷ്ട്രീയ എതിരാളികൾക്കെതിരായിട്ട് നിയമത്തെ ലംഘിച്ചുകൊണ്ട് അവരെ കുടുക്കാനല്ലേ നിങ്ങൾ? നോക്കൂ, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പൂവിട്ടാൽ, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി പൂവിട്ടാൽ കേരളത്തിൽ കലാപാഹ്വാനത്തിനുള്ള വകുപ്പ് വെച്ച് നിലവിലുള്ള പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും റിട്ടയർ ചെയ്ത പട്ടാളക്കാരെയും 25 പേരെ പ്രതിക്കൂട്ടിൽ ചേർത്തുന്നത് ഏത് സംഘടനാ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലാണ് എൻ്റെ ബഹുമാനപ്പെട്ട സാർ? മാത്രമല്ല, പോലീസ് സേന കേരളത്തിൽ പ്രവർത്തിക്കുന്നത് കൃത്യമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഈ വിഷയത്തിൻ്റെ പുറകിലേക്ക് പിന്നാമ്പുറത്തേക്ക് പോയാൽ അഭിലാഷേ, കേരളത്തിലെ വളരെ പ്രഗത്ഭനായ ഒരു മന്ത്രി കരുവണ്ണൂർ ബാങ്ക് തട്ടിപ്പിൽ ഇന്ന് കുറ്റം നേരിടുന്ന ഒരു കക്ഷിക്ക് ഈ SHOയുമായുള്ള ബന്ധത്തെക്കുറിച്ചൊന്ന് അന്വേഷിച്ച് നമ്മൾ കൃത്യമായിട്ടെത്തും. ഇവിടെ ഈ വേദിയിലിരിക്കുന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധി അദ്ദേഹത്തിൻ്റെ പങ്കിനെതിരായി പൊളിറ്റിക്കൽ സമരം നടത്തിയ ആളാണ്. അദ്ദേഹം ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ വിളിപ്പുറത്ത് ഈ SHO വേണം. ഈ SHOയെ അദ്ദേഹത്തിൻ്റെ വിളിപ്പുറത്ത് നിർത്തുന്നതിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് ആരോപിച്ചാൽ കുറ്റം പറയുമോ? ആ മന്ത്രിയുടെ പേര് പറഞ്ഞാൽ എനിക്ക് വിഷമമൊന്നുമില്ല, പക്ഷേ അദ്ദേഹം ഇല്ലാത്ത വേദിയിൽ പരസ്യമായി പറഞ്ഞത് ശരിയല്ലാത്തത് കൊണ്ടാണ്. ആ പ്രതിയായ അല്ലെങ്കിൽ പ്രതിപ്പട്ടികയിൽ ഉണ്ടെന്ന് പൊതുജനം സംശയിക്കുന്ന മന്ത്രിയുടെ പാർട്ടി നേതാവിൻ്റെ ഫോൺ കോളുകൾ പരിശോധിച്ചാൽ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഈ ചെറുപ്പക്കാരനെ ഇത്ര ക്രൂരമായി മർദ്ദിക്കാനിടയായതിൻ്റെ പശ്ചാത്തലം വ്യക്തമാകും. 2023 അദ്ദേഹത്തിൻ്റെ ഫോൺ റെക്കോർഡ് ഒന്ന് പരിശോധിച്ചാൽ മതി. പണ്ട് അയാൾ കോൺഗ്രസ് ആയിരുന്നു എന്നതൊക്കെ വാദത്തിന് വേണ്ടിയാണ്. ഇന്ന് അയാൾ ആരാണ്? അടിസ്ഥാനപരമായി ബോധ്യത്തോടെ ഞാൻ പറയുന്നു, ഇന്ന് അയാൾ ആരാണ്? അയാളുടെ ചരിത്രം എന്താണ്? അയാൾ ആർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? ഇവിടെ സസ്പെൻഷനെ കുറിച്ചും പോലീസ് സേനയെക്കുറിച്ചും ഒക്കെ നമ്മൾ പറയുമ്പോൾ ഇവിടെ വന്ന് വേദിയിൽ വന്നിരിക്കുന്നവർ ശ്രമിക്കുന്നത് എന്തിനാണ്? ഇത്തരം ക്രിമിനലുകളെ വാദിച്ചുകൊണ്ട് ഇവരിതാ മാന്യന്മാരാണെന്നും ഞങ്ങൾ നടപടിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ രക്ഷിക്കുന്നതിൻ്റെ പുറകെ അർത്ഥശാസ്ത്രം എന്താണ്? ഒരു കാര്യം കൂടി അഭിലാഷ ഞാൻ ചൂണ്ടിക്കാണിക്കാം. കേരളത്തിലെ കഴിഞ്ഞകാല ഉരുട്ടിക്കൊലയും പോലീസ് മർദ്ദനത്തിലും ഇടയായ പോലീസിലെ പ്രതിപ്പട്ടികയിലിരിക്കുന്നവർക്ക് അവരർഹിക്കുന്ന ശിക്ഷാ നടപടികളും അവരർഹിക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് അവർക്ക് അർഹിക്കുന്ന ശിക്ഷാ നടപടി നേടിക്കൊടുക്കാൻ ഭരണകൂടം ശ്രമിച്ചിട്ടുണ്ടോ? പകരം തങ്ങളുടെ ഇംഗിതത്തിന് ഒത്തു നിൽക്കുന്നത് ഇതിവിടെ മാത്രമല്ല, എവിടെയൊക്കെ ഇവർ അധികാരത്തിൽ വന്നിട്ടുണ്ടോ തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നവരായി പോലീസ് സേനയെയും ഇടിമുറികളെയും അവർ മാറ്റും. അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ സംഘടിതമായി പോലീസ് സ്റ്റേഷനിൽ കഴിച്ചൊന്നുപോയി പ്രതികളെ അവർ മോചിപ്പിക്കും.
അവരുടെ ഇംഗിതത്തിന് രാഷ്ട്രീയ എതിരാളികളെതിരെ ആക്രമിച്ചും അല്ലാതെയും കുറ്റപ്പെടുത്തുന്ന ആളുകളെ അപ്രധാനമായ തസ്തികകളിലേക്ക് മാറ്റും. ഇത് കേവല രാഷ്ട്രീയ എതിർപ്പ് മാത്രമല്ല. ഒരുപക്ഷെ പ്രതിപക്ഷം വിചരിക്കുന്നവരൊക്കെ രാഷ്ട്രീയമായിട്ട് എല്ലാ കാലഘട്ടത്തിലും പോലീസ് സേനയെയും രാഷ്ട്രീയ നേതൃത്വത്തെയും എതിർക്കാറുണ്ടാകും. പക്ഷേ കേരളത്തിൽ സംഭവിക്കുന്ന ഇതാണോ? കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് ഇപ്പൊ തന്നെ പറഞ്ഞു, ഓരോ വർഷം തോറും കേരളത്തിലെ ക്രൈം റേറ്റ്, ഓരോ വർഷം തോറും കേരളത്തിലെ പോലീസ് അതിക്രമങ്ങൾ, ഓരോ വർഷം തോറും കേരളത്തിലെ ലോക്കപ്പ് കൊലപാതകങ്ങൾ കുറയുകയല്ല ഡോക്ടറെ, കൂടുകയാണ്. നിങ്ങളുടെ മാനവികതയെക്കുറിച്ച് പറയുന്നവർ, ഞാൻ ചില കണക്കുകൾ പറഞ്ഞു, ദുരുപയോഗം ചെയ്യുക, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവനെ വരുതിക്കുന്നത്. എന്തിനേറെ സിന്ദൂർ മാത്രമാണോ? പത്രമാധ്യമ പ്രവർത്തകന്മാരെ കേസ് അന്വേഷിക്കുന്നവരെ പ്രതികളാക്കുന്നില്ലേ? റിപ്പോർട്ട് എടുക്കുന്നവരെ പ്രതികളാക്കുന്നില്ലേ? ശരി, ഇന്നലെയല്ലേ ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകനെ അദ്ദേഹം ചെയ്ത് ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ കാര്യം, അതിനോട് നമുക്ക് വിയോജിപ്പുണ്ടാകാം. ആരാണ് സാർ അദ്ദേഹത്തെ ആക്രമിക്കാൻ പോയത്? മാധ്യമ പ്രവർത്തകന്മാർ, സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ. ഈ രാജ്യത്തെ മനുഷ്യാവകാശത്തിന് അർഹരായ ഇത്തരം ആളുകളെ മുഴുവൻ രാഷ്ട്രീയ എതിരാളികൾക്കൊപ്പം വേട്ടയാടുന്നതിന്റെ ചരിത്രം കേരളത്തിൽ കഴിഞ്ഞ കാലത്ത് വർദ്ധിച്ചുവോ? ശരി, വർദ്ധിച്ചു എന്നുള്ളതാണ് ബി.ജെ.പിയുടെയും ആരോപണം. അതിന് ഭരണകൂടത്തിന്റെ പിന്തുണയുണ്ടോ? ശരി.